ഹേ ആൾ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഇതെൻ്റെ ചാനലിലെ രണ്ടാമത്തെ വീഡിയോ ആണ്. സോ ആദ്യത്തെ വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടു കാണും. അതിൽ നിന്ന് എനിക്ക് പറയാനായിട്ടുള്ളത് എൻ്റെ ഫാമിലി, ഫ്രണ്ട്സ് തുടങ്ങിയ ആൾക്കാരാണ് കൂടുതലും അതിൽ വാച്ച് ചെയ്തിട്ടുള്ളത്. സോ ഇത് പുറത്തോട്ടിന് ആൾക്കാർ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. സോ അവരുടെ കയ്യിൽ നിന്നും എനിക്ക് ഒരുപാട് ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ട്, ഒരുപാട് നല്ല ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ട്. കാര്യം നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും ഈ പറയുന്ന ഞാൻ എടുക്കുന്ന ഷോർട്സ്, ഞാൻ എടുക്കുന്ന ഓരോ കാര്യങ്ങൾ, സോ ഇതൊക്കെ എത്രത്തോളം ഇമ്പ്രൂവ് ചെയ്യിക്കണം എന്നുള്ള ഒരുപാട് ഐഡിയാസ് എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. സോ താങ്ക് യു ഫോർ ദിസ് വാല്യുബിൾ സപ്പോർട്ട് ആൻഡ് ഓൾസോ കീപ് സപ്പോർട്ടിങ്. മുമ്പോട്ടുള്ള ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ആവശ്യമായിട്ടുണ്ട്. ഈവൻ ഫ്രണ്ട്സ് തന്നെയാണ് കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ തികച്ചും എനിക്ക് ഒരു റിയൽ ടോക്കാണ്. എൻ്റെ ലൈഫിലൊരു പാർട്ട്, അല്ലെങ്കിൽ എൻ്റെ ലൈഫ് എങ്ങനെയാണ് മുമ്പോട്ട് പോകുന്നതും ഞാൻ എന്തിനാണ് ഈ ചാനൽ തുടങ്ങിയതെന്നുള്ള കാര്യം നമുക്ക് പിന്നീടൊരു വീഡിയോ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. പക്ഷേ ഇന്ന് എൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ്സ്, എൻ്റെ പ്രോഗ്രസ്സും ഞാൻ ഈ ഒരു റിയൽ ടോക്കായിട്ട് നിങ്ങൾക്ക് മുമ്പിൽ പ്രസൻറ്റ് ചെയ്യാനായിട്ടാണ് നോക്കുന്നത്. ഐ ഹാവ് എ കോൺഫെഷൻ. കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് വ്ളോഗ് ചെയ്യാൻ ഭയങ്കര പേടിയാണ്. സീരിയസ് ആയിട്ട് ഞാനൊരു വ്ളോഗറല്ല, ഞാനൊരു പെർഫെക്റ്റ് വ്ളോഗറല്ല, അങ്ങനെ ആരുമല്ല. അതായത് നോർമലി ഇപ്പോൾ എല്ലാ വ്ളോഗേഴ്സും ചെയ്യുന്നത് ഹേ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ, ഹിറ്റ് ദ ലൈക്ക് ബട്ടൺ, സ്മാഷ് ദ ലൈക്ക് ബട്ടൺ. സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ ഞാനും അവരും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? എന്താ പറയുക, ഐ ആം പ്രിറ്റൻഡിങ് ടു ബി സമ്മൺ. ഞാൻ അവരെ പോലെ ആവാനായിട്ട് ശ്രമിക്കുകയാണ്. അതിനു പകരം എനിക്ക് പ്രസൻറ്റ് ചെയ്യാനായിട്ടുള്ളത് എൻ്റെ റിയൽ ലൈഫ്. ഞാൻ എങ്ങനെ ഇതുവരെ എത്തി, സോ എങ്ങും എത്തിയിട്ടില്ല, 0 ആണ്. ബട്ട് അതെങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു, മുമ്പോട്ട് പോകുന്നു, എൻ്റെ പ്രോഗ്രസ് ഒക്കെ എത്രത്തോളം ഞാൻ ഇതിൽ കൊണ്ടുവരുന്നത്, എൻ്റെ ഒരു റിയൽ ലൈഫ് എനിക്ക് നിങ്ങൾക്ക് മുമ്പിൽ കാണിച്ചു തരണം എന്നൊരു മെൻറ്റാലിറ്റി ഉള്ള ഒരാളാണ് ഞാൻ. പക്ഷേ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരുപാട് പേരുടെ റെഫറൻസ് തോന്നിയേക്കാം, ഒരുപാട് വ്ളോഗേഴ്സിൻ്റെ റെഫറൻസ് തോന്നിയേക്കാം. കാര്യം എന്താണ്, ഇതൊക്കെ കണ്ടു വന്ന ഒരാളല്ലേ. സോ മേ ബി അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഫീൽ ചെയ്തേക്കാം. ബട്ട് ഐ എം കോൺഫിഡൻറ്റ്, ഞാൻ പോകുന്ന ഓരോ വീഡിയോസിലും ഞാൻ എന്ത് ചെയ്യാം, ഒരുപാട് പ്രോഗ്രസ് കൊണ്ടുവരാം, അതെല്ലാം മാറ്റാം. മെയിൻലി ഗൈസ് എന്ന് പറയുന്നൊരു വിളി അത് റിപ്പീറ്റ് ആയിക്കൊണ്ടിരിക്കണം, ഒരുപാട് വീഡിയോസിന് റിപ്പീറ്റ് ആയിക്കൊണ്ടിരിക്കണം. കാര്യം ഒരു വ്ളോഗ് തുടങ്ങുന്ന ടൈമിൽ ആ ഒരു ചിന്ത മാത്രമാണ് നമ്മുടെ മൈൻഡിലുള്ളത്. പക്ഷേ ഞാൻ എന്ത് ചെയ്യുന്നു, അതും എനിക്ക് മാറ്റി മുമ്പോട്ടുള്ള ഓരോ വീഡിയോസിലും പുതിയ കണ്ടന്റുകൾ നിങ്ങൾക്ക് മുമ്പിൽ കൊണ്ടെത്തിക്കണം, പുതിയ ഐഡിയാസ് എല്ലാം പ്രസൻറ്റ് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. ഞാനൊരു വ്ളോഗ് സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ എനിക്ക് കുറച്ച് റിയൽ ആയിട്ടിരിക്കണം എന്നുള്ളൊരു കാര്യം മസ്റ്റായിരുന്നു. ഒരു ക്യാമറ കണ്ടു കഴിഞ്ഞാൽ നമുക്കതിൽ ആക്ട് ചെയ്യുന്നതായിട്ട് ഫീൽ ചെയ്യരുത്. ആക്ഷൻ കട്ട് എന്നൊക്കെ പറയുന്ന ടൈമിൽ, ക്യാമറയ്ക്ക് മുമ്പിൽ വരുന്ന ടൈമിൽ കുറച്ച് ഓക്വേർഡായിട്ട് ഫീൽ ചെയ്യുക. ക്യാമറ കഴിഞ്ഞതിന് ശേഷം വീണ്ടും റിയൽ ലൈഫിലോട്ട് പോവുക. എൻ്റെ റിയൽ ലൈഫ് എങ്ങനെയാണോ അതെനിക്ക് അതേപോലെ എനിക്ക് ക്യാപ്ചർ ചെയ്ത് ക്യാമറയിൽ കൊണ്ടുവരണം എന്നുള്ളൊരു കാര്യമാണ് ഞാൻ നോർമലി കണ്ടുവരുന്നത് വെച്ചാൽ. എൻ്റെ കേസാണെങ്കിലും പുറത്തുള്ള കാര്യങ്ങളാണെങ്കിലും ഒരാൾ ഇപ്പോൾ സപ്പോസ് സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും പബ്ലിക്കായിട്ട് പോസ്റ്റ് ചെയ്യാനായിട്ട് ആൾക്ക് പേടി വരിക. ഇതുപോലുള്ള ലൈക്ക് വ്ളോഗ്സ്, ഒരു പബ്ലിക് പ്ലേസിൽ ഒരു വ്ളോഗ് എടുത്ത് പോകുന്നതെന്ന് പറഞ്ഞാൽ അതിൽ ഇപ്പം ക്രിഞ്ചായിട്ടുള്ളൊരു കാര്യമില്ല. അതുപോലെ ഒരു ടോക്കിംഗ് ടു സമ്മൺ ന്യൂ, ഒരു പുതിയൊരാളോട് സംസാരിക്കുക എന്ന് പറഞ്ഞാലും സെയിം. സപ്പോസ് ഒരു ഗേൾ ഫ്രണ്ട് എന്നാൽ പോലും സംസാരിക്കാൻ പറ്റാത്ത, ലൈക്ക് ഇൻട്രോവേർട്ടും അല്ല എക്സ്ട്രോവേർട്ടും അല്ല എന്ന എന്തോ ആംബ്രോവേർട്ട്, രണ്ടിൻ്റെ ഇടയ്ക്കുള്ള ആൾക്കാരെന്നൊക്കെ പറയും. ആ ഒരു ടൈപ്പ് ഓഫ് കാറ്റഗറിയാണ്. സോ അതിൽ നിന്നൊക്കെ മാറിയിട്ട് എനിക്ക് എൻറ്റയർലി എൻ്റെ ഈ ഒരു ചാനലിൻ്റെ റിയൽ ലൈഫിൽ എങ്ങനെയാണെന്നൊന്നല്ല, എൻ്റെ ഒരു പ്രോഗ്രസ്സും കൂടി എനിക്കിതിൽ കൊണ്ടുവരണം എന്നുള്ള കാര്യം ഉണ്ട്. പക്ഷേ ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നിട്ടും ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ അത് ചെയ്യുന്നു. നെർവസ് ടോക്സ്, ചിലപ്പോൾ നെർവസ് ആയിട്ടുള്ള ലാഫ്, പേടിച്ചൊക്കെ നമ്മൾ ചിരിക്കത്തില്ലേ ക്യാമറ നോക്കിയിട്ട്, എന്തെന്നറിയാത്ത രീതിയിൽ. അതുപോലെ എന്താ പറയുക, ഓക്വേർഡ് ആയിട്ടുള്ള ടോക്സ്, പൗസസ്, കുറച്ച് എന്താ പറയുന്നതെന്ന് അറിയാതെ സ്റ്റക്കായിട്ട് നിൽക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഫേസ് ചെയ്യും. അതുപോലെ ബാഡ് ആംഗിൾസ്, നമ്മൾ ഷൂട്ട് ചെയ്യുന്ന ടൈമിൽ ചിലപ്പോൾ കൈയൊക്കെ സൈഡിൽ വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇതെല്ലാം ഫേസ് ചെയ്യണം. കാര്യം സ്റ്റാർട്ടിങ് സ്റ്റേജിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. ഞാനത് പറയുന്നതെന്ന് വെച്ചാൽ ഓപ്പൺലി സേസ് എൻ്റെ ലൈഫിൽ ഞാൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ എൻ്റെ നെഗറ്റീവ് ആണെങ്കിൽ ഞാൻ ഇതോട്ട് പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. സോ അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട എന്താ, നിങ്ങൾക്ക് എന്തൊക്കെ തോന്നുന്നു അതെല്ലാം കമൻറ്റ് ചെയ്ത് എനിക്ക് എത്രത്തോളം നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾക്ക് എന്നെ സപ്പോർട്ട് ചെയ്ത് കൊണ്ടുപോയി നിങ്ങൾക്കൊന്നും കിട്ടാനില്ല. പക്ഷേ ആസ് യു തിങ്ക് ഫ്യൂച്ചറിൽ നമ്മൾ ചിലപ്പോൾ നല്ല നല്ല കണ്ടന്റുകൾ ഉണ്ടായിരിക്കാം. അപ്പോൾ ആ ഒരു ടൈമിൽ എൻ്റെ ഒരു പ്രസൻറ്റേഷൻ സ്കില്ലെന്ന് പറയുന്നത് ഒരിക്കലും ബാഡ് ആകാൻ പാടില്ല. എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. സോ ദാറ്റ്സ് വൈ ഐ എം പോസ്റ്റിംഗ് പബ്ലിക്ലി പോസ്റ്റ് ചെയ്യുന്നത്. സോ ഈവൻ ഇപ്പോൾ ഒരു ബോഡി ബിൽഡിംഗ് ആണെങ്കിൽ പോലും ചിലർ ചെയ്യുന്നത് എന്താ, കംപ്ലീറ്റ്ലി സോഷ്യൽ മീഡിയയിൽ നിന്ന് മാറിയിരിക്കാം. ചിലർ ചെയ്യുന്നത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തുകൊണ്ട് ബോഡി ബിൽഡ് ചെയ്യുക. സോ ഇത് തന്നെയാണ് പബ്ലിക്ലി പോസ്റ്റ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് ഉണ്ടാകുന്ന അവർ തരുന്ന ഫീഡ്ബാക്കിലൂടെ നമുക്ക് പ്രോഗ്രസ് ചെയ്യാൻ പറ്റും. എനിക്ക് ഭയങ്കര വിശ്വാസം. ടു ബി ഓണസ്റ്റ്, എനിക്ക് എന്താ പറയുക, എല്ലാം റെഡി ആയിട്ടേ, എല്ലാം പെർഫെക്റ്റ് ആയിട്ടേ എനിക്ക് ചെയ്യാൻ പറ്റൂ എന്നുള്ള ഒരു കാര്യത്തിൽ ഞാൻ ഉറച്ച് നിൽക്കുന്ന ഒരാളല്ല. സോ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടല്ലോ ഞാൻ പറയുന്നില്ല. പക്ഷെ ഇപ്പോൾ എനിക്ക് മനസ്സിലായി, ക്വിക്ക് സ്റ്റാർട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. മുമ്പോട്ട് പോകുന്ന സ്ട്രഗിൾസും എല്ലാം നമ്മൾ ഫേസ് ചെയ്യണം.
സോ ലൈക്ക് നമുക്ക് പറയുകയാണെങ്കിൽ ഐ ഡോണ്ട് വാണ്ട് എനി പെർഫെക്ഷൻ. ജസ്റ്റ് സ്റ്റാർട്ട്. ലൈക്ക് അതിൻ്റെ കണക്ഷൻ ബിറ്റ്വീൻ പബ്ലിക്കുമായിട്ടും എനിക്കുമായിട്ടും. സോ ഇത് ഞാൻ പബ്ലിക് എപ്പോഴും ഞാൻ ക്രൗഡായിട്ടാണ് കാണുന്നത് ഈ ഒരു ക്യാമറ എന്ന് പറയുന്നത്. സോ ദാറ്റ്സ് വൈ ഐ ആം സ്കെയർഡ്. ഞാനൊരു ഫ്രണ്ടായിട്ട് ഇതിനെ കണ്ടു കഴിഞ്ഞാൽ എനിക്കറിയാം എനിക്ക് എൻ്റെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കുന്നു എന്നുള്ളൊരു ഒരു ഫാമിലി പോലെ കാണാൻ എനിക്ക് കഴിയണം. നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനുള്ളൊരു ഇനിഷ്യൽ ടൈമാണത്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ഇനിഷ്യൽ പുഷ് കൊടുക്കുക. നമുക്ക് ചിലപ്പോൾ സ്കെയർ ആയിരിക്കാം. സോ എന്താ പറയുക, ബി സ്കെയർ, ബി വിയേർഡ്, ഡു ഇറ്റ് എനിവേ. വരുന്നത് അടുത്ത് വെച്ച് നമുക്ക് കാണാം. അത് തന്നെയാണ് എനിക്ക് ആ ഒരു മെസ്സേജാണ് എനിക്ക് നിങ്ങൾക്ക് മുമ്പിൽ പറയാനായിട്ട് പോകുന്നത്. ഞാൻ ചെയ്യുന്നത് അത് തന്നെയാണ്. സോ ബി കൺസിസ്റ്റൻസി, അതാണ് മെയിനായിട്ട് പറയാനുള്ളത്. അതായത് ഞാൻ ഞാൻ വർക്ക് ചെയ്യുന്ന ടൈമിലാണെങ്കിൽ എൻ്റെ ഒരു വർക്കിൽ ഞാൻ എന്തോ പ്രൊഫഷണലാണ്. പക്ഷേ ഞാൻ ഈ ചെയ്യുന്ന കാര്യത്തിൽ ഒരിക്കലും ഞാൻ വെരി നൂബ്. സോ എനിക്കിതിൽ എന്തെങ്കിലുമൊക്കെ തീരണമെന്നുണ്ടെങ്കിൽ ഐ നീഡ് ടു സ്റ്റാർട്ട് ചെയ്യണം, ഫേസ് ചെയ്യണം, ഒരുപാട് കാര്യങ്ങൾ ഫേസ് ചെയ്യണം. പക്ഷേ ഞാൻ ആ സ്ട്രഗിൾ ഫേസ് ചെയ്യാൻ റെഡിയാണ്. കാര്യം എൻ്റെ വർക്കിനോടൊപ്പം തന്നെ ഞാനിത് എൻ്റെ ഒരു ജോബായിട്ട് ഞാൻ കാണുന്നില്ല. എൻ്റെ ഒരു എന്താ പറയുക, എൻ്റെ ഒരു എൻ്റർടൈൻമെൻറ്റ്, ഒരു പാഷനായിട്ട് ഞാൻ കണ്ടു കഴിഞ്ഞാൽ മേ ബി എനിക്ക് സക്സസ്ഫുൾ ആക്കാൻ പറ്റുമെന്നൊരു ആഗ്രഹമുണ്ട്. സക്സസ്ഫുൾ ആകാത്തതും അത് ഇറ്റ്സ് ഡിപ്പെൻസ്. ബട്ട് ഞാനത് എനിക്കിങ്ങനെ പറയാം. അതായത് ഞാനിത് ചെയ്തില്ല എന്നോർത്ത് എനിക്ക് വിഷമിക്കേണ്ട ആവശ്യം വരുന്നില്ല ലൈഫിൽ. അന്ന് ഞാനത് ചെയ്തിരുന്നെങ്കിൽ എന്നെനിക്ക് തോന്നിയ ഒരുപാട് കാര്യങ്ങളുണ്ട്. സോ ജസ്റ്റ് സ്റ്റാർട്ട്. അപ്പോൾ നിങ്ങൾ ഇത്രയും നേരം ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതുപോലെ നിങ്ങൾക്ക് ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ, സോ ലൈഫിൽ ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇതിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ റിയൽ ടോക്സ് ആണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യാണ്ടിരിക്കാം, നിങ്ങളുടെ അഭിപ്രായമാണ്. സോ ബട്ട് നിങ്ങൾ ഈ വീഡിയോ വാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഐ എം ഗ്ലാഡ് ടു യു. താങ്ക് യു. നമുക്ക് അതുവരേക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഇതുപോലുള്ള പുതിയ കാര്യങ്ങളുമായിട്ടുണ്ട് റിയൽ ടോക്സ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാനത് പോസ്റ്റ് ചെയ്യാം. ഈവൻ ജോബ് റിലേറ്റഡ് ഒരുപാട് കണ്ടന്റുകൾ കയ്യിലുണ്ട്. പക്ഷേ അതെങ്ങനെ നിങ്ങളുടെ മുന്നിൽ എത്തിക്കണം, നിങ്ങളുടെ ഫീഡ്ബാക്ക് അനുസരിച്ച് മാത്രമേ എനിക്ക് മുമ്പോട്ട് ഇടാനായിട്ട് പറ്റത്തുള്ളൂ. സോ നെക്സ്റ്റ് വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും. അണ്ടിൽ ദെൻ ബൈ.